പ്രിയ കൂട്ടുകാരെ നമസ്കാരം. പുതുപ്പള്ളിയിലൊക്കെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പുതുപ്പള്ളിയിൽ നല്ല ഹിയറിംഗ് ക്ലിനിക്ക് വല്ലതും ഉണ്ടോന്ന്, ചെവി സംബന്ധമായ ചികിത്സ നൽകുന്ന ഏതെങ്കിലും സ്ഥാപനം പുതുപ്പള്ളിയിൽ ഉണ്ടോന്ന്. അടുത്ത കാലത്ത് അറിഞ്ഞ പുതുപ്പള്ളി ഇതുപോലെ ഒരു നല്ല ക്ലിനിക്ക് ഉണ്ടെന്നുള്ളത്. അപ്പൊ നമുക്ക് അവിടുത്തെ ചെറിയ വിശേഷങ്ങൾ കാണാം. അതുപോലെ ഈ കോവിഡ് ഒക്കെ വന്നതിന് ശേഷം ഈ ഒരുപാട് ആൾക്കാർക്ക് കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എനിക്കും കോവിഡ് വന്നാണ്. അതിനുശേഷം ഇതുപോലെ നമ്മൾ എന്തെങ്കിലും സംസാരിക്കും, ചിലപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടൊക്കെ വരും. വൈഫൊക്കെ എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് എന്നെ ചെവിക്ക് വല്ല പ്രശ്നമുണ്ടോ ചോദിക്കും. അപ്പൊ നമുക്ക് ഇതിനെല്ലാം പരിഹാരമായിട്ട് ഇവിടെ ഒരു ക്ലിനിക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും ആ ഡോക്ടറുമായിട്ട് ഇതിന്റെ കാര്യങ്ങളും എല്ലാം, കൊച്ചു കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവിടെ അവർക്ക് സ്പീച്ച് തെറാപ്പി എന്നും പറഞ്ഞ് അതും അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം ഈ കേൾവി കുറവൊക്കെ ഉള്ള ഒരുപാട് കുട്ടികളുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് കുട്ടികളെല്ലാം മൊബൈൽ ഫോൺ അതുപോലെ ഹെഡ്സെറ്റ് ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേന് കൂടുതൽ ആൾക്കാർക്ക് ചെവി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിനെല്ലാം പരിഹാരം നമ്മുടെ പുതുപ്പള്ളി തന്നെ ഉണ്ട്. നമുക്കെന്ന് അങ്ങോട്ട് പോവാം. ഇത് പുതുപ്പള്ളി ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ ബസ് ഇറങ്ങി വരുന്ന വഴിക്ക് പുതുപ്പള്ളി പള്ളിയിലേക്ക് തിരിയുമ്പം തന്നെ ഡോക്ടേഴ്സ് കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു കെട്ടിടമുണ്ട്. ഇവിടുന്ന് നമ്മൾ പള്ളി റോഡാണിത്. പള്ളി റോഡിലോട്ട് സ്വല്പം മുന്നോട്ട് നീങ്ങുമ്പം തന്നെ വലത് സൈഡിലായിട്ട് ഡോക്ടേഴ്സ് കോംപ്ലക്സ് ഉണ്ട്. ഈ കോംപ്ലക്സിനുള്ളിലാണ് ജസ്റ്റ് ഹിയറിംഗ് എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഞാൻ ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത് ഈ ബിൽഡിങ്ങിനുള്ളിൽ ഇങ്ങനെ ഒരു ക്ലിനിക്ക് ഇവിടെ പ്രവർത്തിക്കുന്ന വിവരം. ഞാൻ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം അങ്ങോട്ട് വരാം, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതനുസരിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ ചെന്നത്. രാവിലെ സ്വല്പം തിരക്കുള്ള സമയത്താണ് ഞാൻ ചെന്നത്. അവിടെ പേഷ്യൻ്റൊക്കെ ഉണ്ട്. കേൾവിക്കുറവിന് ഏറ്റവും മികച്ച പരിഹാരവുമായിട്ടാണ് ജസ്റ്റ് ഹിയറിംഗ് എന്ന ഈ ക്ലിനിക്ക് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പം നമുക്ക് ക്ലിനിക്കിനുള്ളിലേക്കും അതിന്റെ പ്രവർത്തനം ഒന്ന് കണ്ടു നോക്കാം. ഞാൻ കയറി വന്നപ്പോഴത്തേന് ഇവിടെ ഇരുന്ന പേഷ്യൻ്റൊക്കെ നമുക്ക് നല്ല പരിചിതമുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ അകത്ത് കുഴപ്പമില്ല. സാധാരണ ക്ലിനിക്കിലൊക്കെ വീഡിയോ അലൗഡ് അല്ല. എങ്കിലും ഞാൻ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേന് ഇതിന്റെ പ്രവർത്തനവും ഒക്കെ ഒന്ന് വിശദീകരിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതനുസരിച്ച് ഡോക്ടർ ഇവിടെ ഉണ്ട്, തിരക്കിലാണ്. നമുക്ക് ഡോക്ടറെ കാണാം. റിസപ്ഷനിരിക്കുന്ന കുട്ടിയോട് ഞാൻ ഇവിടുത്തെ പ്രവർത്തന സമയങ്ങളും കാര്യങ്ങളും ഇവിടുത്തെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങളെല്ലാം തിരക്കിയായിരുന്നു. പേഷ്യൻ്റ് അവര് ബുക്ക് ചെയ്തിട്ട് വന്നതാണ്. ബുക്ക് ചെയ്യാതെയും നമുക്കിവിടെ ആൾക്കാരെ പരിശോധിക്കുന്നുണ്ട്. അപ്പം കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം എനിക്ക് ഈ വീഡിയോയും കൂടെ എടുക്കാൻ പറ്റി. കാരണം ഇവരെ പരിശോധിക്കുന്ന വിവരങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കാനും പറ്റി. ഡോക്ടർ റൂമിലാണ് പരിശോധനകളൊക്കെ നടക്കുന്നത്. അപ്പം ഞാൻ അതിന്റെ പെർമിഷൻ എടുത്തുകൊണ്ടാണ് അകത്ത് കയറിയത്. ഇപ്പോഴത്തെ ആധുനിക ഉപകരണം വെച്ചൊക്കെയാണ് പരിശോധനകൾ നടക്കുന്നത്. അപ്പം ഡോക്ടർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും കേൾവി സംബന്ധമായിട്ടുള്ള പ്രശ്നം എന്ത് കാരണത്താലാന്നുള്ളതൊക്കെ വ്യക്തമാവും. ഈ ക്ലിനിക്കിൽ നടക്കുന്ന പരിശോധനകൾ കേൾവി പരിശോധനയുണ്ട്. അതുകൂടാതെ കേൾവി സഹായികൾ എന്ന് പറഞ്ഞാൽ ഹിയറിംഗ് എയ്ഡ്സ്, അതിൻ്റെ വിവിധ മോഡലുകളെ, പിന്നീട് നവജാത ശിശുക്കൾക്കുള്ള കേൾവി പരിശോധന, അതുപോലെ സ്പീച്ച് തെറാപ്പി, ഇതൊക്കെയാണ് നടക്കുന്നത്. കൂടാതെ ഹിയറിംഗ് എയ്ഡ്സ് ഞാൻ തിരക്കിയായിരുന്നു. അപ്പം ഈ പരിശോധന കഴിയുമ്പോൾ ഡോക്ടർ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. അതുപോലെ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. പിന്നെ ഇൻവിസിബിൾ ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. വാട്ടർ പ്രൂഫായിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്.
അതുപോലെ റീചാർജബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. ഇതെല്ലാം ഓരോ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഫിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ ഏറെക്കുറെ 50% പേർക്ക് കേൾവിക്കുറവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം മിക്കവരും ഇതിനെപ്പറ്റിയുള്ള വ്യക്തമായ ചികിത്സയൊന്നുമല്ല തേടുന്നത്. അതെന്ത് കാരണം കൊണ്ടാണെന്നൊന്നും അറിയാതെ പലയിടത്തും ട്രീറ്റ്മെൻ്റൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അത് വ്യക്തമായി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഉത്തമമായ പരിഹാരം. ഈ അടുത്ത കാലത്ത് 1-2 വീഡിയോ കണ്ടതിൽ മനസ്സിലായത് കൊച്ചു കുട്ടികൾക്കും ഇപ്പം കൂടുതലായിട്ട് കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നാണ്. അത് തുടക്കത്തിലെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. അതുപോലെ ഹിയറിംഗ് എയ്ഡ്സുകൾ പല കമ്പനിയുടെ ഉണ്ട്, കൂടുതലും ഇമ്പോർട്ടഡ് ആണ്. അത് നമ്മൾ വ്യക്തമായിട്ട് ഏത് കമ്പനിയുടെയാണെന്നുള്ളത് എല്ലാം തിരക്കിയിട്ട് നമുക്ക് അനുയോജ്യമായവ മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മൊബൈൽ ഫോണിൻ്റെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്ന പോലെ ഇപ്പോഴത്തെ ഒരുപാട് കമ്പനികളുടെയൊക്കെ നമ്മൾ ചെവിയിലൊക്കെ വെച്ചാൽ അറിയുമല്ലാത്ത ടൈപ്പ് വരെ ഇയറിംഗ് ഹെഡ്സൊക്കെ ഉണ്ട്. കേൾവിക്കുറവിൻ്റെ കാരണങ്ങൾ പലതുമാകാം. എന്നാലും നമ്മുടെ കേൾവിയായിട്ട് ബന്ധപ്പെട്ട് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഈ സൗണ്ട് നമ്മുടെ ചെവിന്റെ ഉള്ളിൽ വരികയും അത് ഉള്ളിൽ നിന്ന് ആംപ്ലിഫൈഡ് ആയിട്ട് കോക്ലിയയിലേക്ക് എത്തുകയും ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ചെവിനെ നമ്മൾ 3 രീതിയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. എക്സ്റ്റേണൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗവും ചെവിയിലേക്ക് പാടേന്റെ അടുത്തേക്ക് പോകുന്ന കുഴലും ഉള്ളതാണ് എക്സ്റ്റേണൽ ഇയർ. അത് കഴിഞ്ഞിട്ടാണ് മിഡിൽ ഇയർ വരുന്നത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെവിന്റെ പാടയും അതിന്റെ ഉള്ളിലുള്ള ഒരു മിഡിൽ ഇയർ സ്പേസും പിന്നെ കുറച്ച് എല്ലുകളും കൂടിയിട്ടുള്ളതാണ് മിഡിൽ ഇയർ സ്പേസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇന്നർ ഇയർ വരുന്നത്. അവിടെയാണ് കോക്ലിയ ഉള്ളത്. ഈ സൗണ്ട് ചെവിയിലൂടെ വന്ന് പാടയിലേക്ക് എത്തുകയും മിഡിൽ ഇയർ സ്പേസിൽ നിന്ന് അത് ആംപ്ലിഫൈഡ് ആയിട്ട് കോക്ലിയയിലേക്ക് എത്തുമ്പോഴാണ് നമ്മളത് കേൾക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഈ വഴിയിലൂടെ എവിടെ ബ്ലോക്ക് വന്നാലും നമുക്ക് കേൾവിക്കുറവുണ്ടാവും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെവിന്റെ ഉള്ളിൽ ചെപ്പി ഉണ്ടാവുക, അതേപോലെ കുരു ഉണ്ടാവുക, ഇതൊക്കെ എക്സ്റ്റേണൽ ഇയറിൽ വരുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ മിഡിൽ. നമുക്കിനി ഡോക്ടറോട് തന്നെ ഇതിന്റെ വിവരങ്ങളെല്ലാം ചോദിച്ചറിയാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതുപ്പള്ളിയിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്നുള്ളതേ ശരിക്കും പറഞ്ഞാൽ ഞാനും കഴിഞ്ഞ ദിവസം അറിയുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി അറിഞ്ഞു. ഞാൻ പലയിടത്തും നമ്മുടെ ദൂരസ്ഥലങ്ങളിലൊക്കെയാണ് ആൾക്കാർ ഹിയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് പോയത്. തിരുവല്ലായാലും അതുപോലെ തെങ്ങണയിലൊക്കെ പോയത്. ഞാൻ ഒരുപാട് സ്ഥലത്ത് അവിടെ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ട്, എന്നെ ഈ വീഡിയോയുടെ ആവശ്യമൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ശേഷം നമുക്ക് പുതുപ്പള്ളി ഇതുപോലെ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉപകാരപ്രദമായ സ്ഥാപനം ഉണ്ടെന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെയാ പ്രൊവൈഡ് ചെയ്യുന്നതോ? ഞാൻ രമ്യ രവി, ഓഡിയോളജിസ്റ്റും സ്പീച്ച് ലാംഗ്വേജ് പെതോളജിസ്റ്റ് ആണ്. 15 years ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. എൻ്റെ ഫസ്റ്റ് ക്ലിനിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കർണാടകയിലാണ്. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് പുതുപ്പള്ളിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ഇവിടെ നമ്മൾ ക്ലിനിക്ക് റൺ ചെയ്യുന്നുണ്ട്. ഇതൊരു കംപ്ലീറ്റ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്റർ ആണ്. ഹിയറിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് കേൾവി പരിശോധന, ഹിയറിംഗ് എയ്ഡ്സ്, പിന്നെ അതിനുശേഷമുള്ള റീഹാബിലിറ്റേഷൻ, അതുപോലെ തന്നെ സ്പീച്ചിന് പ്രോബ്ലം ഉള്ള കുട്ടികൾ, മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇവാലുവേഷനും സ്പീച്ച് തെറപ്പിയും നമുക്ക് അവൈലബിൾ ആണ്. കേൾവിക്കുറവുള്ള കുട്ടികളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഹിയറിംഗ് എയ്ഡ് ഫിറ്റ് ചെയ്യും. പിന്നീട് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് നോർമൽ സ്കൂളിലേക്ക് അവരെ അഡ്മിറ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം മുതിർന്നവർക്കും എല്ലാ പ്രായക്കാർക്കുമുള്ള ഹിയറിംഗ് ടെസ്റ്റിങ്ങും ചെയ്തിട്ട് എന്ത് പ്രോബ്ലം കൊണ്ടാണ് കേൾവിക്കുറവെന്ന് കണ്ടുപിടിക്കുക, അതിന് അനുയോജ്യമായ ഹിയറിംഗ് എയ്ഡ്സ് കൊടുക്കുകയും പിന്നീട് അങ്ങോട്ടുള്ള ട്രെയിനിങ് ടേക്ക് കെയർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ സ്പീച്ചിനകത്താണെങ്കിൽ നമ്മൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക്, പിന്നെ ആക്സിഡന്റ് അങ്ങനെയുള്ള സ്ട്രോക്കുകൾ വന്ന ശേഷം സംസാരശേഷി നഷ്ടപ്പെട്ട മുതിർന്നവർക്ക്, സ്വോളോയിങ് ഡിഫിക്കൽട്ടി ഉള്ളവർക്ക്, ഇങ്ങനെയുള്ള പേഷ്യൻസിനെല്ലാം നമ്മൾ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറപ്പി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
സ്റ്റട്ടറിങ്, അതായത് വിക്കുള്ള പേഷ്യൻസിന് നമ്മൾ സ്പീച്ച് തെറപ്പി കൊടുക്കുന്നുണ്ട്. അതുപോലെ വോയിസ് പ്രോബ്ലം ഉള്ളവർക്ക് ചെയ്യുന്നുണ്ട്. സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആയിട്ടുള്ള എല്ലാവിധ പ്രോബ്ലംസിനുമുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഹിയറിംഗ് എയ്ഡ്സ് ഇവിടെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെ 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 നമ്മൾ ഹിയറിംഗ് എയ്ഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ലീഡിംഗ് ആയിട്ടുള്ള ഏകദേശം എല്ലാ ബ്രാൻഡുമായിട്ടും നമുക്ക് ഡയറക്റ്റ് ഓതറൈസ്ഡ് പാർട്ട്ണറാണ് നമ്മൾ. സിഗ്നിയ എന്ന് പറയുന്ന കമ്പനിയുണ്ട്, സീമെൻസിന്റെയാണ് സിഗ്നിയ, പിന്നെ ഓട്ടിക്കോൺ, ഇന്റർടോൺ, ഹാൻസറ്റോൺ, പിന്നെ അങ്ങനെ GN റീസൗണ്ട്, അങ്ങനെ എല്ലാ ലീഡിംഗ് ആയിട്ടുള്ള ബ്രാൻഡ് ഹിയറിംഗ് എയ്ഡ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം ഇമ്പോർട്ടഡ് ആണ്. നമ്മൾ അതിനെല്ലാം നമുക്ക് ബോംബെ അല്ലെങ്കിൽ ബാംഗ്ലൂർ അതിനുള്ള പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. സോ നമ്മൾ ഇവിടുന്ന് ഹിയറിംഗ് എയ്ഡിന്റെ ഒരു പേഷ്യന്റിനെ ടെസ്റ്റ് ചെയ്ത് അവരുടെ റിപ്പോർട്ട് എല്ലാം റെഡിയാക്കിയിട്ട് അതിനനുസൃതമായി അവർക്ക് ഏത് മോഡൽ വേണോ, ചെവിയുടെ പുറകിൽ വെക്കുന്നതോ കാണാത്തതായിട്ടുള്ളോ ഇൻവിസിബിൾ ആയിട്ടുള്ളതും നമ്മൾ റെഡി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കൊച്ചു കുട്ടികൾക്കാണ് കൂടുതൽ കേൾവി സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. അതെങ്ങനെ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? മിക്കവാറും ആളുകൾ വിചാരിക്കും ഒരു ശ്രദ്ധക്കുറവാണെന്നുള്ള രീതിയിലാണ് പേരൻസ് അതിനെ വിടുന്നത്. ഇപ്പം റെഗുലർലി കൂടെയുള്ള പേരൻസ് ആണെങ്കിൽ പോലും അവർക്കത് മനസ്സിലാകില്ല. കുട്ടി ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടി നമ്മൾ വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല, സംസാരിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിന്റെ ഒരു ക്ലാരിറ്റി ഇഷ്യൂ, ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞു കുട്ടികൾ അത് കാണുന്നത്. ഇപ്പൊ ജന്മന ഉള്ള പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് വളരെ എവിഡന്റ് ആയിട്ട് കണ്ടുപിടിക്കാം. എങ്കിൽ പോലും ആൾക്കാർ അത് 2-3 വയസ്സ് വരെ വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ജനിച്ച ഉടനെ ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതുവഴി കുട്ടിക്ക് പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു 3-4 മാസത്തിനുള്ളിൽ നമുക്ക് അതിനുള്ള റീഹാബിലിറ്റേഷൻ പ്രൊസീജിയറും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ചില മുതിർന്ന കുട്ടികളാണെങ്കിൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ചെവിന്ന് വെള്ളം വരിക, പിന്നെ അവരുടെ സംസാരത്തിന്റെ ക്ലാരിറ്റി കുറവ്, നമ്മൾ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുക, ഇങ്ങനെയുള്ളതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ കുട്ടികൾക്ക് ഇപ്പൊ ഈ അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് കുട്ടികളെല്ലാം. അതുമൂലം ഈ ഹെഡ്സെറ്റ് ഒക്കെ വെക്കുന്ന മൂലം ഒരുപാട് ഇങ്ങനെ കേൾവിക്കുറവിന്റെ കാരണം നോയ്സ് എക്സ്പോഷർ ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ഹെഡ്ഫോൺസ് വെച്ച് ലൗഡ് ആയിട്ടുള്ള മ്യൂസിക് കേട്ടോണ്ടിരിക്കുക, ഫോൺ ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടും ഇപ്പൊ ഒത്തിരി ആളുകൾക്ക് കേൾവിക്കുറവ് വരുന്നുണ്ട്. ഡോക്ടർ കർണാടകയിലല്ലേ ഇതിന്റെ? അതിനെപ്പറ്റി അവിടുത്തെ ഈ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് 2018 കർണാടകയുടെ ടൈംസ് ഓഫ് ഇന്ത്യ മാഗസിന്റെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ അവർ സ്പീച്ച് ആൻഡ് ഹിയറിംഗിലൊക്കെ എന്റെ സെലക്ടഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് കിട്ടിയ അവാർഡാണത്. വേറെ നമുക്ക് ഈ കർണാടകയിൽ ഇതിന്റെ എന്തായിരുന്നു സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്റർ തന്നെയാണ്. സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്റർ ആണ് നമുക്ക് ഇപ്പോഴും റണ്ണിംഗ് ആണ്, സക്സസ്ഫുള്ളി റണ്ണിംഗ് ആയിട്ടുള്ള ക്ലിനിക് ഉണ്ട്. ഇത് എന്റെ 3ാമത്തെ ക്ലിനിക്കാണ്. നമ്മുടെ ഈ ഹിയറിംഗ് എയ്ഡ്സ് ഒന്ന് പരിചയപ്പെടുത്താമോ? അപ്പൊ നമുക്ക് പല തരത്തിലുള്ള ഹിയറിംഗ് എയ്ഡുകളുണ്ട്. അപ്പൊ ഇത് ഒരു മോഡലാണ്, ഇത് ചെവിയുടെ പുറകിൽ വരുന്നതാണ്. ഓക്കെ, നമ്മൾ ഓരോരുത്തരുടെയും പവറിനനുസൃതമായിട്ടാണ് ഇത് ഏത് ഒരു പേഷ്യന്റിന് വേണമെന്ന് ഡിസൈഡ് ചെയ്യുക. ഇത് ചെവിയുടെ പുറകിൽ വെക്കുന്ന മോഡല്. അതുപോലെ തന്നെ ഇതാണ് റീചാർജബിൾ മോഡൽ. ഇപ്പൊ വളരെ ആളുകൾക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പകരമായ ഒന്നാണ്. ഇങ്ങനെ ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കറണ്ട് കുത്തിയിരുന്ന ചാർജ് ആവും. അപ്പൊ ഇത് RIC എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഹിയറിംഗ് എയ്ഡാണ്. അധികം എടുത്ത് കാണില്ല, ചെവിയുടെ പുറകിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ചെവിക്ക് ഉള്ളിൽ വെക്കുന്ന നമ്മുടെ ചെവിയുടെ സൈസ് അനുസരിച്ച് നമ്മൾ റെഡിയാക്കുന്ന ടൈപ്പ് ഹിയറിംഗ് എയ്ഡാണ്. ഇൻവെസിബിൾ, ഇത് ഫുൾ അകത്തേക്ക് പോകും. അതിന് തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഇച്ചിരി ഫുള്ളി കവർ ആകാത്ത ടൈപ്പുള്ള ഹിയറിംഗ് എയ്ഡും ഉണ്ട്. അപ്പൊ മിക്കവാറും എല്ലാം തന്നെ നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. കണ്ടു കഴിഞ്ഞാൽ ഹിയറിംഗ് എയ്ഡ് ആണെന്ന് സംടൈംസ് തോന്നിക്കത്ത് തന്നെ ഇല്ല. അപ്പൊ അത് നമുക്ക് എല്ലാ ബ്രാൻഡിന്റെയും നമുക്ക് ഇതുപോലെ ചെയ്യാം. മൊബൈൽ ഫോണിന്റെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നെ മൊബൈലായിട്ട് കണക്ട് ചെയ്യാം. അപ്പം ആളുകൾക്ക് കുറച്ചും കൂടെ ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. നമ്മുടെ ഹിയറിംഗ് എയ്ഡ്സ് ആർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും? കൊച്ചു കുട്ടികൾ തൊട്ട് അങ്ങനെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ഏറ്റവും പ്രായമുള്ളവർക്ക് വരെ ഉപയോഗിക്കാം. ഇപ്പം ഏറെക്കുറെ നമുക്ക് ഏജിന്റെ അങ്ങനെ ലിമിറ്റ് ഒന്നും ഇല്ല. ഇല്ല, അങ്ങനെ ഒരു ലിമിറ്റും ഇല്ല. ഹിയറിംഗ് എയ്ഡ്സ് വന്നിട്ട് നമുക്ക് ഏറ്റവും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ ഉപയോഗിക്കാം. നമ്മൾ 95 വയസ്സായിട്ടുള്ള ഒരു അമ്മച്ചിക്ക് കഴിഞ്ഞ ദിവസം ഹിയറിംഗ് എയ്ഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏജ് ഒരു ലിമിറ്റ് അല്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ഒരുപാട് വീടുകളിലൊക്കെ പ്രായമായ ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് ക്ലിനിക്കിൽ വന്ന് ഇതൊക്കെ ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവർക്ക് വീടുകളിൽ എന്തെങ്കിലും സേവനം നമുക്ക് ചെയ്തു? നമ്മൾ ഹോം വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ വീട്ടിൽ പോയി ഹിയറിംഗ് ടെസ്റ്റിംഗ് ചെയ്തുകൊണ്ട് ഹിയറിംഗ് എയ്ഡ്സ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ സമയം കൂടെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ? ഞാൻ രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ എല്ലാ ദിവസവും. ബുക്കിംഗ് അങ്ങനെ വല്ലതും ഉണ്ടോ? നമ്മൾ ബുക്കിംഗ് ബേസിസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. വോക്കിനായിട്ട് വന്നാലും നമ്മൾ എടുക്കും, പക്ഷെ ഫിക്സ് ചെയ്ത് വരുന്നതാണ് ബെറ്റർ. ശക്തിയുടെ ഒക്കെ ഏകദേശം എത്ര ഏജ് തൊട്ടാണ് ഇതിന്റെ പ്രശ്നം കൂടുതൽ അനുഭവപ്പെടുന്നത്? എല്ലാ ഏജ് ഗ്രൂപ്പിലും ഉണ്ട്. എങ്കിലും 50 വയസ്സ് കഴിഞ്ഞ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ടെസ്റ്റ് ചെയ്യുക.
പിന്നെ നോയ്സിൽ എക്സ്പോസ്ഡ് കൂടുതലായിട്ടുള്ള ആളുകളും റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല. ഇത് വന്ന് ഇതിന്റെ ഒരു ലേറ്റസ്റ്റ് സ്റ്റേജ് ആയി കഴിയുമ്പോൾ അവർ തന്നെ മനസ്സിലാക്കത്തുള്ളൂ. കൂടെയുള്ളവർക്കും പറയാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കേൾക്കുന്നില്ല എന്ന് പറയാനായിട്ട് ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അത് അതിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഓപ്ഷൻസ് അധികം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും 50 വയസ്സ് കഴിഞ്ഞവരെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുറവുണ്ടെങ്കിൽ അതിന് ഉചിതമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക. ഗൂഗിളിൽ ജസ്റ്റ് ഹിയറിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈ ക്ലിനിക്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. കേൾവിക്കുറവുമായി പ്രായഭേദമന്യേ ആർക്കും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഡോക്ടറുമായിട്ട് സംസാരിക്കാം, കോണ്ടാക്ട് ചെയ്യാം. നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മറ്റെങ്ങും അന്വേഷിച്ച് പോകേണ്ട, നമ്മുടെ പുതുപ്പള്ളി തന്നെ ഇതിനുള്ള പ്രതിവിധികളെല്ലാം ഉണ്ട്. കോണ്ടാക്ട് ചെയ്യുക.